ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ റൂട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും വന്ന് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുകയും ചെയ്യണം. ഇഷ്ടമായെങ്കിലും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ 5 മണി ആ സമയത്ത് എണീക്കും. എന്നിട്ട് ഫജറിൻ്റെ നിസ്കാരവും ഖുർആനോത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് വരാറ്. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി അരിച്ചു വെച്ചാണെങ്കിലും നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഫെർമെൻറ്റേഷൻ നല്ല ക്ലിയറായിട്ട് നടക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ. എന്നിട്ട് നമ്മൾ ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കണം. സാമ്പാർ തലേദിവസം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ സാമ്പാർ തലേദിവസം ഉണ്ടാക്കുന്ന ദിവസമാണ് പിറ്റേ ദിവസത്തിന് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈ ചട്നി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ആദ്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നല്ല എഫേർട്ട് വെച്ചിട്ടാണ് ഞാൻ റെസിപ്പി പറയുന്നത് കേട്ടോ. തക്കാളി, ഒരു സവോള, 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സവോള, പിന്നെ വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ, റോ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. സാധാ ചില്ലി എടുക്കുമ്പോൾ ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ കാശ്മീരി ചില്ലി ആകുമ്പം നല്ലൊരു കളറും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് എണ്ണയിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. അപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയിലിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് നല്ലോണം അരച്ചെടുക്കുക. അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടി തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അത് ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മൾ അത് കടു പൊട്ടിക്കണമെങ്കിൽ കടു പൊട്ടിക്കുക. പക്ഷെ ഞാനിവിടെ കടു പൊട്ടിച്ചിട്ടില്ല, കാരണം ഓൾറെഡി അതിൽ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കടു പൊട്ടിക്കാണ്ട് തന്നെ അങ്ങനെ എടുക്കുകയാണ്. കടു പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഗീ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സാമ്പാർ ചൂടാക്കി, ചട്നിയായി. അപ്പോൾ ഇനി ഓരോരുത്തരും വരുന്നതിനനുസരിച്ചിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ചുട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ആ മൊരിച്ചിലോട് കൂടിയിട്ട് തന്നെ ഓരോരുത്തർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ ദോശക്ക് അരിയിട്ട് വെക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉലുവ ഇട്ട് വെക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് അത് ഫെർമെൻറ്റ് ചെയ്തിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാത്തൊരു ഉലുവ കൂടുതൽ വേണ്ട, ഒരു 4-5 മണിയൊക്കെ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പൊങ്ങിക്കിട്ടും. അപ്പോൾ അത് ചായപ്പണിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും ചായ കുടിക്കലും കഴിഞ്ഞു. ഓരോരുത്തരുടെ വഴിക്ക് ക്ലാസ്സിൽ കയറേണ്ടവർ ക്ലാസ്സിൽ കയറി ഇക്ക പോയി. അപ്പോൾ ഇനി വേഗം ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാനെല്ലാം ക്ലീൻ ചെയ്തിടും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. അപ്പോൾ അകത്ത് നമ്മൾ അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളി നനയും കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും മതി. അപ്പോൾ എന്തെങ്കിലും കഴുകി വെക്കാൻ, മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുകി വെക്കാനുണ്ടെങ്കിൽ ഈ പാത്രം കഴുകൽ കഴിഞ്ഞ് ക്ലീനിങ് കഴിഞ്ഞോട് കൂടിയിട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോവുക കേട്ടോ. പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഇറച്ചി മീനൊന്നും തൊടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം ഒതുക്കിയിട്ടു, ക്ലീനാക്കി തുടച്ചിട്ട് അങ്ങനെ താഴെ അടിച്ചിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുക. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രം കഴുകിയതിന് ശേഷം അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ താഴെ ആകെ വെള്ളമായിട്ടുണ്ടാവും, വെള്ളം എന്തായാലും തെറിക്കും. അപ്പോൾ അടിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കച്ചറൊന്നും ശരിക്കും പോകുന്ന കിട്ടൂല. പിന്നെ ആ കച്ചറ മുഴുവനും സിങ്കിലിട്ടിട്ട് തന്നെയാണ് ഞാൻ മൊപ്പയിട്ടുള്ള തുടക്കൽ, കൈകൊണ്ട് തുണി എടുത്തിട്ടാണ് തുടക്കൽ. അപ്പോൾ ആ കച്ചറകളൊക്കെ സിങ്കിൽ വരും. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ മൊത്തം കഴുകി വെച്ച് അങ്ങനെ ഞാൻ സ്റ്റാൻഡും ഒക്കെ ഒന്നരാടെങ്കിലും ഞാനിത് കഴുകൂട്ടോ. ഈ സ്റ്റാൻഡ് ഇത് റഫായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു 2 years എബവ് ആയി അയക്കുന്ന മേടിച്ചിട്ടുള്ള സ്റ്റാൻഡാണ്. നല്ല യൂസാണ് കേട്ടോ. എനിക്ക് അങ്ങനെ കളർ ഫെയ്ഡ് ആവുക ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ പോലെ തന്നെ കഴുകാറുണ്ട്. കാരണം കൂടുതൽ പാത്രങ്ങളില്ലാത്ത ദിവസമാണ്, കൂടുതൽ ഇപ്പോൾ നമുക്ക് കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാനത് കഴുകില്ല, പിറ്റേ ദിവസം എടുത്തിട്ട് കഴുകുന്ന സമയത്ത് കഴുകും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെഡിഷ് കളർ അതിലിങ്ങനെ വന്ന് ഇതാവും. വെള്ളം ഇങ്ങനെ നമ്മൾ പാത്രങ്ങൾ കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കില്ലേ, അപ്പോൾ അതിലിങ്ങനെ വെള്ളം നിന്നിട്ട് ഒരു റെഡിഷ് കളറായിട്ട് നിൽക്കും. അപ്പോൾ പാത്രം കഴുകലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട്.
എന്നിട്ട് വേണം അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളുണ്ട് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നും ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ആകെ വൃത്തികേടായിട്ട് കിടക്കുന്നോ ഇതാകുന്നോ ഒക്കെ ആയിരിക്കും, നമുക്ക് തന്നെ ഒരു ഇടങ്ങേറാണ് കാണുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞ പാടന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യുക, കഴുകി വെക്കാനുള്ള പാത്രങ്ങളൊക്കെ പെട്ടെന്ന് കഴുകി വെക്കുക. ഒരു നല്ലൊരു പോസിറ്റീവ് എനർജീനെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇതാ നെക്സ്റ്റ് നമ്മൾ ഓയിൽ ഡിസ്പെൻസറിലൊക്കെ ഓയിൽ കഴുകി വെച്ചിട്ടുള്ളതാണ് എല്ലാം. അപ്പോൾ അതൊക്കെ ഒന്ന് നിറച്ച് വെക്കണം. കൗണ്ടർ ടോപ്പിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ ചെയ്തത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐക്യയിൽ നിന്ന് ഒരു റൊട്ടേറ്റിംഗ് പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുക്കിംഗ് ഓയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫ്രൈ ചെയ്യാനും തകാനൊക്കെ വേണ്ടിയിട്ട് കനോല ഓയിലാണ് യൂസ് ചെയ്യാറ്. അല്ലാണ്ട് കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ റെയറായിട്ട് ചില സംഗതികളിലൊക്കെ ചില റെസിപ്പീസിലൊക്കെ നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറച്ച് മതി, ആ ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. ഇത് കൗണ്ടർ ടോപ്പിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാണ് ഏറ്റവും ഈസി. അപ്പോൾ നമുക്ക് എളുപ്പം എടുത്ത് ചെയ്യാൻ കഴിയുമല്ലോ, എല്ലാം അടുത്ത് തന്നെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളതൊക്കെ ഇടാന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ നേരത്തെ കൊടുക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അത് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഇടണം, നെക്സ്റ്റ് ട്രിപ്പ് ഇടണം. ഞാൻ വീക്കിലി 3 times ആണ് കേട്ടോ വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒന്നിച്ച് ഇട്ടിട്ട് ഒരു ദിവസം ഒന്നിച്ച് അങ്ങോട്ട് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് മടക്കി വെക്കാനുള്ളതൊക്കെ ഡെയിലി നമ്മൾ മടക്കി വെക്കേണ്ട ഒരു ആവശ്യം വരില്ലല്ലോ. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്, ക്ലാസ് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഡ്രസ്സിൻ്റെ ആവശ്യം കൂടുതൽ വരുന്നില്ല, യൂണിഫോമോ കാര്യങ്ങളോ അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ആ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഓരോരുത്തരും അവരെ ബെഡ് ഒക്കെ ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട്. അത് മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാറാണ്. ഇൻ കേസ് ഇനിയിപ്പോൾ എന്തെങ്കിലും അതിൽ മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ അവർ ചെയ്ത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ട് കൊടുക്കും കേട്ടോ. അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാനാണ് ചെയ്ത് കൊടുക്കാറ്. മൂത്താൾ ചെയ്യും, ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ ഹോളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കണം. അപ്പോൾ സോഫയൊക്കെ നന്നായിട്ട് ഒന്ന് കൊട്ടി മൊത്തം കുഷ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കൊട്ടിയെടുക്കാറുണ്ട്. കാരണം നന്നായിട്ട് പൊടി ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒന്നാമത് കുട്ടികളൊക്കെ കാലുകൊണ്ടൊക്കെ ചവിട്ടിയിട്ട് ഇരിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്തായാലും പൊടി കയറും. അപ്പോൾ കച്ചറായിട്ടുണ്ടാവും, പിന്നെ ആകെ ഡിസോർഡർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ക്ലിയർ ആക്കിയിട്ട് വെക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വാഷ് ചെയ്യാൻ വല്ലാണ്ട് എപ്പോഴും അഴിച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മെറ്റീരിയലാണ്. അതേപോലെ അഴിക്കാനും തന്നെ കുഷ്യൻസിൻ്റെ മാത്രം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റോളർ ഐക്യം തന്നെ മേടിച്ചാണ്. ഇത് ആവുമ്പോൾ നല്ല സുഖമാണ് നമുക്കത്. പിന്നെ ഡസ്റ്റൊക്കെ അതിന്മേൽ കറക്റ്റ് ക്ലീനായിട്ട് പോന്ന് കിട്ടും, എല്ലാം അതിന് ഒട്ടിപ്പിടിച്ചിട്ട് പോരും. പിന്നെ നമ്മൾക്കത് അതിൻ്റെ ആ ഒരു ഗ്ലൂ ഉണ്ട് അതിന്മേൽ, ആ ഗ്ലൂ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂ അതിന്മേന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു പേപ്പർ അങ്ങോട്ട് കട്ട് ചെയ്തിട്ടിടാനും പറ്റും. എന്നിട്ട് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു റോള് തീർന്നവരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചായി ഞാൻ മേടിച്ചിട്ട്, ഇപ്പോഴും ഒരു റോൾ തന്നെ തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒതുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി മൊത്തത്തിലൊന്ന് അടിച്ചു വാരിടണം. ഡെയിലി ഞാൻ തുടക്കാറില്ല, വീക്കിലി ഒരു 2 times അല്ലെങ്കിൽ 3 times. അപ്പോൾ അങ്ങനെ തുടക്കാറുള്ളൂ കേട്ടോ. നന്നായിട്ട് അടിച്ചു വാരിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ക്ലീനായിട്ട് കിടക്കാറുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഹാളിലേക്ക് കൊണ്ടുവരാറില്ല. അപ്പോൾ കിച്ചണിൽ വെച്ചിട്ട് തന്നെ, കിച്ചണിൽ ടേബിളും ചെയറൊക്കെ ഉണ്ട്, അപ്പം കിച്ചണിൽ വെച്ചിട്ട് തന്നെയാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അധികം കച്ചറയൊന്നും അകത്ത് ഹാളിലോ കാര്യങ്ങളിലോ ഒന്നും ആവാറില്ല. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഹാളിൽ അങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പപ്പടാണ് കേട്ടോ, പപ്പടത്തിൻ്റെ ആ ഒരു ഇതാണ് ഉള്ളത്. പക്ഷേ പൊട്ടാറ്റോൻ്റെ ചിപ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനതിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ലൂസായിട്ട് മേടിക്കുന്നതാണ്, അൻസാർ മാളിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മൾ സാധാ ഗോൽക്കപ്പൊക്കെ അല്ലേ, പാനിപൂരിയുടെ ആ ഒരു പൂരിയില്ലേ, അതിൻ്റെയൊക്കെ പോലെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ ഞാനങ്ങനെ എയർ ഫ്രയറിലൊക്കെ ഇട്ടിട്ട് പൊരിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള നിലക്ക് അങ്ങനെ എടുത്തതാണ് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെയുള്ളൊരു ചിപ്സ് ടൈപ്പാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് പപ്പടത്തിന് പകരമായിട്ട് ചോറിലേക്ക് കൊടുക്കാനൊക്കെ പറ്റുമല്ലോ, അപ്പോൾ അങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്പിനെസ് ഉള്ളൊരു സാധനം കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ, പ്രത്യേകിച്ച് സാമ്പാറിൻ്റെ കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ഇഷ്ടം തോന്നി കണ്ടപ്പോൾ. പക്ഷേ എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു പൂരിയുടെ പൊട്ടേറ്റോ അല്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ പൊട്ടേറ്റോ പൗഡറാക്കിയിട്ടുള്ള അങ്ങനെ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ എടുത്തിട്ട് അങ്ങനെയുള്ള ആ ഒരു ഇതാണോ എന്നുള്ളത് അറിയില്ല. എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് ചില്ലി പൗഡറും ഇട്ടിട്ട് നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ, കൊള്ളി ചിപ്സൊക്കെ അല്ലേ, അതൊക്കെ കഴിക്കുന്ന പോലെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ കഴിക്കാനും സ്നാക്കായിട്ടൊക്കെ കഴിക്കാനും ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ആവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി വെച്ച് കുളിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ ജീരകവും കടുകും ഉണക്കമുളകൊക്കെയാണ് അത് കഴുകി ഉണക്കാൻ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ ജീരകവും ചില്ലി നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബോട്ടിലാക്കി വെക്കലും അതേപോലെ പൊടിച്ച് വെക്കേണ്ടതൊക്കെ പൊടിച്ച് വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ജീരകം ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ പൊടിച്ച് വെക്കും. കാരണം ഓൾമോസ്റ്റ് കറികളിലേക്കും ഇതിലേക്കൊക്കെ നാടൻ ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കറക്റ്റ് നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജീരകം നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജീരകം നമ്മളുടെ വയറ്റിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അത് ഞാൻ പൊടിച്ച് വെക്കുകയും ചെയ്യും. റോ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് റോ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഗീ റൈസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റോ ആയിട്ട് തന്നെയാണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ച് വെക്കും. പിന്നെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാലും തന്നെ കേടാവുന്നതൊന്നുമില്ല. പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് വെക്കുന്നതല്ലേ. അപ്പോൾ കഴുകാണ്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഭയങ്കര കച്ചറയാണ്. ഞാനും മുന്നേ ഒന്നും കഴുകാറൊന്നും ഉണ്ടായിരുന്നില്ല. കഴുകി ഒരു പ്രാവശ്യം കഴുകിയപ്പോഴാണ്, നാട്ടിലൊക്കെ നമ്മൾ എല്ലാവരും കഴുകിയിട്ട് തന്നെയാണ്, ഉമ്മയൊക്കെ കഴുകിയിട്ട് തന്നെയാണ് എല്ലാതും യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മളങ്ങനെ കഴുകാമെന്നില്ല. പാക്ക് പൊട്ടിക്കുക, ബോട്ടിലേക്ക് ഇട്ട് വെക്കുക, അങ്ങനെയുള്ളൊരു സിസ്റ്റമായിരുന്നു. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഫ്ലാറ്റിൽ വെയിലും കാര്യങ്ങളൊന്നും പുറത്ത് വെക്കാമെന്നുള്ളൊരു സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ പിന്നെ അതിനുശേഷം നമുക്ക് പുറത്ത് വെക്കാനൊക്കെ ഉള്ളൊരു ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 5-6 വർഷമായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലോണം കഴുകിയെടുത്തപ്പം ഭയങ്കരമായിട്ട് കച്ചറ പോകുന്ന കണ്ടപ്പം ഇത്രയും നാൾ ഇങ്ങനെയെല്ലാം യൂസ് ചെയ്തെന്ന് ആലോചിച്ചപ്പം ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അതിന് ശേഷം പിന്നെ കഴുകാണ്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കഴുകാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യൽ കേട്ടോ. അപ്പോൾ കടുക് ശരിക്കും ഉണങ്ങിയിട്ടില്ല. അത് കാരണം തന്നെ കടുക് ഒരു ദിവസത്തെ വെയിലും കൂടെ കൊള്ളണം. അപ്പോൾ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്തു. അതിനുശേഷം വൈകിട്ടേക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കാരണം വെച്ചാൽ പഴം പൊരിക്കുകയും വേണം. അതേപോലെ നമ്മളെ തേൻമിഠായി ഉണ്ടല്ലോ, തേൻനിലാവ് എന്ന് പറയും ചിലയിടത്തൊക്കെ, നമ്മളവിടെയൊക്കെ തേൻമിഠായി തന്നെയാണ് പറയാറ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കാനുള്ള റീസൺ വെച്ചാൽ ദോശമാവ് ബാക്കി വന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പുറത്ത് വെച്ചപ്പോൾ കുറച്ച് സമയം മാത്രമേ പുറത്ത് വെച്ചിട്ടുള്ളൂ. അതാണ് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ ഒരു 4 കയ്യിൽ ഈ ദോശയുടെ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1.5 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ 1 ടേബിൾ സ്പൂൺ നല്ല ഹീപ്പായിട്ട് തന്നെ എടുത്തിട്ട് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. തൈര് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാൾട്ട് ഇട്ട് കൊടുത്ത്, ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഇതാക്കിയെടുക്കുക. അപ്പം മൈദപ്പൊടിക്ക് പകരം ആട്ടപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ലൊരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിന് വേണം. ഭയങ്കര ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പഴുത്തുമ്പോൾ ശരിക്കും അത് ഇതാവാത്ത പോലെ ഉണ്ടാവും, കോട്ടിങ് കറക്റ്റ് പിടിക്കാത്ത പോലെ ഉണ്ടാവും. എന്നാൽ ഭയങ്കര തിക്കായി കഴിഞ്ഞാൽ മാവ് ഭയങ്കര കട്ടിയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മതി. എല്ലാവരും പഴം പൊരിക്കുന്നവരാണ്. പക്ഷേ ഞാനിത് പറയുന്നത് ആദ്യമായിട്ടൊക്കെ പൊരിച്ചിട്ട് ശരിയാവാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ട് അതേപോലെ ഈ തൈരൊക്കെ ഇട്ടിട്ടും ദോശയുടെ മാവ് ചിലപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ചില റെസ്റ്റോറൻറ്റുകളും ഈ തട്ടുകടകളിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ദോശയുടെ മാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോറും ഉഴുന്ന് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ആ ഒരു ഉഴുന്നും കൂടെ അരച്ചിട്ട് നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന സമയത്ത് ആ പഴം പൊരിക്കുന്ന മാവിലേക്ക് അതും കൂടെ ഒഴിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല അടിപൊളി പഴംപൊരി നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാവ് കൊണ്ടാണ് ഞാൻ ഈ തേൻ മിഠായി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ അതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം അത് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ എടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ആ മാവ് അങ്ങനെ കട്ടിയായി പോയി ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്തിന് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് ആ ഒരു കളർ ബ്രൗൺ ഷുഗർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലോണം ചൂടാക്കുക എണ്ണ, എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. എന്നാൽ വേറെ ഉള്ളൊരു നമ്മൾ ഒന്നും അതിലേക്ക് ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകാരണം തന്നെ നമുക്ക് നല്ല ഇതിൽ തന്നെ കൊടുക്കുക. കുട്ടികൾക്ക് നല്ല ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ കൊടുക്കാനും പറ്റും. പിന്നെ ഞാനിത് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടായി കേട്ടോ. അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് അത് കോരി എടുത്തിട്ട് നമ്മൾ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് കോരിയെടുക്കുക. കോരിയെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ഈ സിറപ്പിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അങ്ങനെ ഓരോ സെറ്റും അതുപോലെ പൊരിച്ചെടുക്കുക. എന്നിട്ട് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് തണുന്നതിന് ശേഷം യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ റെഡ് കളർ ഞാൻ നല്ല കുറവായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. വീഡിയോയിലൊരു കളറിന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ദോശയുടെ മാവൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. ദോശയുടെ മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ കുറേ റെസിപ്പീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലതരം റെസിപ്പീസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആയി സെറ്റായിട്ടുണ്ട്. ഇനി പഴം, നല്ല പഴുത്ത പഴം, ഇപ്പോൾ ഓണത്തിൻ്റെ ആ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല നാടൻ പഴം നല്ല ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഴം പൊരിക്കാമെന്ന് വിചാരിച്ച് പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കളറ്, അതിൻ്റെ തൊലിയുടെ കളർ ഇങ്ങനെ മങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പഴുത്ത് നല്ല വെച്ച് കഴിഞ്ഞാൽ കേടായി പോവുകയും ചെയ്യും. നല്ല ചൂടും അല്ലേ. അപ്പോൾ ഞാനത് ചെറിയ പീസസ് ആക്കിയിട്ടാണ് പൊരിക്കുക ഇവിടെ. അങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതാ പഴം പൊരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഇച്ചിരി ലേറ്റ് ആവും ചായ കുടിക്കാനൊക്കെ. 4 മണി ആ ഒരു സമയമൊന്നുമില്ല. നാട്ടിലത്തെ പോലെ തന്നെയുള്ള ആ ഒരു ഇതിലൊന്നും കുടിക്കലില്ല. നമ്മളിപ്പോൾ ഇനി എത്ര നേരത്തെ ആക്കിയാലും. പിന്നെ വൈകുന്നേരത്തെ ചായ പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഉണ്ടാവലില്ല കേട്ടോ. കാരണം സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം നടക്കില്ല. കാരണം 3:30 അല്ലെങ്കിൽ 5:30 ഇതൊക്കെ ആവും മക്കൾ ക്ലാസ് കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ അവരിവിടെ വീട്ടിൽ തന്നെ ഉള്ളത്. അപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേറ്റായിട്ടാണ് വരിക. അപ്പോൾ ലഞ്ച് കഴിക്കലൊക്കെ ലേറ്റായിട്ടാണ്. അപ്പോൾ പിന്നെ അവിടെ ഒരു ചായയും കടിയൊന്നും അതിൻ്റെ ഒരു ആവശ്യം വരാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നല്ല അടിപൊളി പഴംപൊരിയോട് കൂടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ഒന്നും കൂടെ പറയുകയാണ്, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വന്ന് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.